ഹായ്, എല്ലാവർക്കും മലയാളം സ്റ്റോറി ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി കഥ കേട്ടാലോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാമല്ലേ? നാട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ജോലി കിട്ടി വന്നതിന് ശേഷം കൂട്ടുകാരുമായുള്ള കറക്കവും പാടത്തുള്ള പന്ത് കളിയും ക്ലബിലിരുന്ന് ക്യാരം ബോർഡ് കളിയും ഒക്കെ ഓർമ്മകൾ മാത്രമായി മാറിക്കഴിഞ്ഞിരുന്നു. കോർപ്പറേറ്റ് ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഞാനും പെട്ടുപോയെന്ന് പറയാം. നാട്ടിലുള്ളവരുടെ കണ്ണിൽ നമ്മൾ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയറൊക്കെ ആയപ്പോൾ ഇപ്പോൾ ആരെയും വേണ്ട എന്ന മട്ടാണ്. പക്ഷേ സത്യം നമുക്കല്ലേ അറിയൂ. ഓവർ ടൈമും ഡബിൾ ഷിഫ്റ്റുമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ സമയം കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. നാട്ടിലുള്ള എൻ്റെ അടുത്ത കൂട്ടുകാരിൽ ഒരാളാണ് സഞ്ജയ്. പേരൊക്കെ കിടിലനാണെങ്കിലും അവനെ ഞങ്ങൾ കൂട്ടുകാർ പരസ്പരം വിളിക്കുന്നത് പച്ചരി എന്നാണ്. കാരണം വേറൊന്നുമല്ല, അവൻ്റെ അച്ഛന് ഒരു റേഷൻ കടയുണ്ട്. ചെറുപ്പം മുതലേ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. സഞ്ജുവിന് ഒരു ചേച്ചിയുണ്ട്, സഞ്ജന. അവളിപ്പോൾ നാട്ടിൽ തന്നെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നേഴ്സാണ്. സഞ്ജു ആണെങ്കിൽ പോക്കറ്റിൽ ക്യാഷ് തരുമ്പോൾ മാത്രം പണിക്ക് പോകുന്ന കൂട്ടത്തിലും. സഞ്ജന ചേച്ചിയുടെ കല്യാണമാണ് നാളെ. തിടുക്കത്തിൽ ഞാനിപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. തലേ ദിവസം തന്നെ എത്തണമെന്ന് എല്ലാവരും നിർബന്ധിച്ച് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് ലൈഫിൻ്റെ ഇടയിൽ നിന്നും ഒന്ന് തല ഊരാൻ പറ്റണ്ടേ? അതുകൊണ്ടിപ്പോൾ എന്തായി, ഇന്ന് രാത്രി അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ആഘോഷങ്ങളും മിസ്സായി. ഒരു വിധത്തിൽ ടീം ലീഡറിൻ്റെ കയ്യും കാലും പിടിച്ചാണ് ഈ സമയത്തെങ്കിലും ഇറങ്ങാൻ പറ്റിയത്. പക്ഷെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ബസ് മിസ്സായി. അങ്ങനെ അവസാനത്തെ പിടിവള്ളി എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഈ ബസ്സിലിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ബസ്സിൽ പോവാൻ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ഒന്നാമത് അവിടെ എത്തുമ്പോൾ നേരം കെട്ട നേരമാവും. പോരാത്തതിന് എനിക്കിറങ്ങേണ്ട സ്റ്റോപ്പിൽ നിന്ന് ഒരുപാട് മുന്നിൽ നിർത്തി അവിടെ നിന്നും തിരിഞ്ഞാണ് ഈ ബസ് പോകുന്നത്. അവിടെ ഇറങ്ങി കൂട്ടുകാരെയോ ചേട്ടനെയോ അച്ഛനെയോ വിളിച്ചാൽ വീട്ടിലെത്താം. പക്ഷേ സമയം നല്ലതായതുകൊണ്ട് ഓഫീസിൽ വെച്ച് ഫോൺ ചാർജ് ചെയ്യാൻ ഒത്തില്ല. ഇപ്പോൾ നോക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. പകൽ സമയത്ത് പോലും ഒരു ഓട്ടോ കിട്ടാത്ത ഈ നാട്ടിൽ രാത്രി, അതും ഈ നട്ടുരാത്രിയിൽ ഒരു വണ്ടി പോലും കിട്ടുമോ എന്ന കാര്യം സംശയമാണ്. മിക്കവാറും ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ബസ് സ്റ്റോപ്പിൽ നിർത്തിയതും ഞാൻ അവിടെ ഇറങ്ങി. വാച്ചിൽ സമയം 2 മണിയായിരുന്നു. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നോടൊപ്പം അവിടെ ഇറങ്ങാൻ ഒരു കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. എന്നെ അവിടെ സേഫാക്കി ഇറക്കിയിട്ട് ബസ് വിട്ടേച്ചു പോയി. വിശാലമായ റോഡും നോക്കി ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ തന്നെ ഇരുന്നു. വട്ടം വെച്ചിട്ടാണെങ്കിലും ഒരു വണ്ടി നിർത്തിയേക്കാമെന്ന് വെച്ചാൽ ഒരു വണ്ടി പോലും വരുന്നില്ലല്ലോ. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നായ്ക്കളുടെ ഓളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ചെറിയൊരു ഭയം ഉള്ളിൽ തോന്നുന്നില്ലെന്ന് ചോദിച്ചാൽ പിന്നെ ഇല്ലാതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇത്തരം ഒരവസ്ഥയിൽ എൻ്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയായിരുന്നെങ്കിലെന്ന് ഓർത്തപ്പോൾ വലിയൊരു ഭയമാണ് എനിക്ക് തോന്നിയത്. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടും 1-2 ലോറികൾ ചീറിപ്പാഞ്ഞു പോയതല്ലാതെ ഒറ്റ വണ്ടി പോലും വന്നില്ല. അടുത്തത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ദൂരെ നിന്നും ഒരു കാറ് വരുന്നത് പോലെ തോന്നിയത്. റോഡിലേക്ക് ഇറങ്ങി നിന്ന് വേഗം കാറിന് കൈ കാണിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ അതും നിർത്തിയില്ല. തിരികെ ബസ് സ്റ്റോപ്പിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് ആ കാർ റിവേഴ്സ് എടുത്ത് എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നത് കണ്ടത്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അതൊരു ബെൻസ് കാറാണ്. ഞാനതിൻ്റെ അടുത്തേക്ക് ചെന്നു. കറുത്ത കണ്ണാടി ആയതുകൊണ്ട് തന്നെ അകത്തേക്കൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാറിൻ്റെ മുൻവശത്തെ കണ്ണാടി പതിയെ താഴ്ന്നു. ഡ്രൈവറും അല്പം പ്രായമുള്ള ഒരാളുമായിരുന്നു മുന്നിലിരിക്കുന്നത്. അതിൽ പ്രായം തോന്നിക്കുന്ന ആൾ എന്നോട് സംസാരിച്ചു തുടങ്ങി. എന്താടാ, എന്താ കൈ കാണിച്ചേ? എൻ്റെ വീട് 3-4 സ്റ്റോപ്പിൻ്റെ അപ്പുറമാണ്. പക്ഷേ ഞാൻ വന്ന ബസ് ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ലിഫ്റ്റ് തരാവോ? ഇവിടെ വേറെ വണ്ടിയൊന്നും കിട്ടാനില്ല. ഞാൻ എൻ്റെ നിസ്സഹായമായ അവസ്ഥ അവരെ പറഞ്ഞ് ബോധ്യമാക്കി. ഞാൻ പറഞ്ഞത് കേട്ട് എന്നെ നോക്കി ഒന്ന് മൂളിയ ശേഷം അയാൾ തല പുറകിലേക്ക് തിരിച്ച് കാറിനുള്ളിലേക്ക് നോക്കി ചോദിച്ചു, ഇയാൾ വന്ന ബസ് ഇവിടെ വരെ ഉള്ളൂ എന്ന്. ലിഫ്റ്റ് വേണമെന്നാ പറയുന്നേ. എന്ത് ചെയ്യണം മോളെ? എന്തായാലും ഈ നേരമായില്ലേ, കയറിക്കോളാൻ പറയൂ ശങ്കരമാമ. സത്യത്തിൽ കാറിനുള്ളിൽ മറ്റൊരാളുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നല്ല അടിപൊളി ശബ്ദം. ആളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാറിനുള്ളിലേക്ക് എത്തി നോക്കിയതും
മുന്നിലെ ആൾ തിരിഞ്ഞു നോക്കിയതും ഒപ്പമായിരുന്നു. എന്താടാ? ഏയ് ഒന്നുമില്ല. ഈ നേരം ആയില്ലേ, കയറിക്കോ. ആ താങ്ക്സ് ചേട്ടാ. ഉള്ളിലേക്ക് കയറാനായി ഞാൻ കാറിൻ്റെ ബാക്ക് ഡോർ തുറന്നതും ഞെട്ടിപ്പോയി. പെൺകുട്ടികളുടെ സൗന്ദര്യം, നീട്ടി വളർത്തിയ മുടിയും ചന്ദനക്കുറിയും തുളസിക്കതിരും ഒക്കെയാണെങ്കിലും എൻ്റെ ധാരണ പാടെ മാറിക്കഴിഞ്ഞിരുന്നു. ബോയ് കട്ട് ചെയ്ത മുടിയും ഒരു കണ്ണടയും സിംഗിൾ സ്റ്റഡ് കമ്മലുമൊക്കെയായി ഒരു അതിസുന്ദരി ആ കാറിനകത്തിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുന്ന എന്നെ നോക്കി മുന്നിലെ ചേട്ടൻ ചോദിച്ചു, എന്താടാ നീ കയറുന്നില്ലേ? ആ ഉണ്ട്. ഞാൻ ബാഗ് തോളിൽ നിന്നും ഊരി കാറിലേക്ക് കയറി. നല്ല മണമായിരുന്നു കാറിൻ്റെ ഉള്ളിൽ മുഴുവൻ. ഇത്രയും ആഡംബരമൊക്കെയുള്ള ഒരു ബെൻസ് കാറിൽ ഞാൻ ആദ്യമായി സഞ്ചരിക്കുകയായിരുന്നു. ഡ്രൈവർ മുന്നിലേക്ക് നോക്കി വണ്ടി ഓടിക്കുന്നു. മറ്റേ ചേട്ടനും മുന്നിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ആ പെൺകുട്ടിയാണെങ്കിലോ സൈഡിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. എനിക്കാണെങ്കിൽ അവളെ ഒന്ന് പരിചയപ്പെടാനും ഒന്ന് മിണ്ടാനും വല്ലാത്ത ആകാംക്ഷ തോന്നി. പക്ഷേ മുന്നിലിരിക്കുന്ന ആൾ അല്പം ചൂടനാണെന്ന് തോന്നുന്നു. എന്നാലും ധൈര്യം സംഹരിച്ച് ഞാൻ അവളോട് സംസാരിച്ചു തുടങ്ങി. ഹായ്, എന്താ പേര്? എൻ്റെ ചോദ്യം കേട്ട് അവൾ നോട്ടം എൻ്റെ നേരെ ആക്കി. എന്താ എന്ന അർത്ഥത്തിൽ മൂളി. അല്ല, പേര്. ആരുടെ പേര്? കുട്ടിയുടെ പേര്. അത് കേട്ടതും അവൾ മുന്നിലിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞു, ശങ്കരമാമ, ഇയാൾ ഇവിടെ തന്നെ ഇറക്കി വിട്ടോളൂ. അത് കേട്ടതും അയാൾ എൻ്റെ നേരെ തിരിഞ്ഞു. വേണ്ട വേണ്ട, ഞാനിനി ഒന്നും ചോദിക്കില്ല. ദേ കുറച്ചുകൂടി പോയാൽ എൻ്റെ വീടായി. അത് കേട്ടപ്പോൾ അയാൾ പിന്നെയും മുന്നിലേക്ക് തന്നെ തിരിഞ്ഞു. നോക്കിയപ്പോൾ അവൾ വീണ്ടും പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. ഹോ, ഇവർ ഫാമിലിയായിട്ട് മുൻകോപമുള്ളവരാണെന്ന് തോന്നുന്നു. പിന്നെ ദാനം കിട്ടിയ പശുവിൻ്റെ വായിൽ പല്ലെണ്ണി നോക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ലിഫ്റ്റ് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ്. കുറച്ച് ദൂരം കൂടി പോയതും എൻ്റെ വീടെത്തി. കാറിൽ നിന്നും ഇറങ്ങുമ്പോഴും ഞാൻ അവളെ ശ്രദ്ധിച്ചു. അവളൊന്നും നോക്കിയത് പോലുമില്ല. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി കോളിംഗ് ബെല്ലടിച്ചു. അധികം വൈകാതെ എന്ന് പറഞ്ഞൂടാ, 1-2 ബെല്ലടിച്ചപ്പോഴേക്കും അച്ഛനും അമ്മയും വന്ന് വാതിൽ തുറന്നു. ആ, നീ എന്താടാ ഇത്ര വൈകിയത്? ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കരുതി നീ ഇന്ന് വരില്ല എന്ന്. അത് ഓഫീസിൽ തിരക്ക് കൊണ്ട് ഇറങ്ങാൻ വൈകി അച്ഛാ. ഫോണാണെങ്കിൽ ചാർജ് തീർന്ന് ഓഫായിപ്പോയി. അല്ല, നീ എങ്ങനെയാടാ വന്നേ? ഒരു ലിഫ്റ്റ് കിട്ടിയമ്മേ. ആ ശരി, ബാക്കിയൊക്കെ നാളെ പറയാം. പോയി കിടക്കാൻ നോക്ക്. ഫ്രഷായി ഡ്രസ്സ് മാറി ഫോൺ ചാർജിലിട്ട് ബെഡിൽ വന്ന് കിടന്നു. പക്ഷേ ഇപ്പോഴും മനസ്സ് മുഴുവൻ അവളാണ്, ആ കാറിൽ കണ്ട സുന്ദരി. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് അധികം സ്വപ്നങ്ങൾ കാണുന്നതിന് മുമ്പേ ഞാൻ ഉറക്കത്തിലേക്ക് വീണു. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടോ? കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതറിയാൻ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതിൻ്റെ ബാക്കി കഥ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.